തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ കള്ളക്കളി അത് തുടരുകയാണ്. ഇന്ന് കൗൺസിൽ യോഗം പേരിന് മാത്രം ചേർന്ന് പിരിഞ്ഞു. പക്ഷേ കൗൺസിൽ യോഗത്തിൽ വലിയ പ്രതിഷേധമാണ് LDF അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ എടുത്തത്. കൗൺസിലർമാരെ, പ്രതിഷേധിച്ചവരെ കയ്യാങ്കളിയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ അതിക്രമം കാട്ടുന്ന BJP കൗൺസിലർമാരെയും നമ്മൾ കണ്ടു. ഈ വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉരുണ്ടുകൂടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിമിനൽ കൗൺസിലർ, BJP കൗൺസിലർ സുഗതനെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് ഏറ്റവും പ്രതിസന്ധികളിലേക്ക് നയിച്ചത്. അതിനെതിരെ LDF അനിശ്ചിതകാല സമരം, റിലേ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് പേരിന് മാത്രം ഒരു യോഗം ചേർന്നത്. പക്ഷേ സ്പെഷ്യൽ കൗൺസിൽ യോഗം ചേരണമെന്നാണ് 49 കൗൺസിലർമാർ ഒപ്പിട്ട കത്തിൽ ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ സ്പെഷ്യൽ യോഗം വിളിക്കാൻ മേയർ VV രാജേഷ് തയ്യാറാകാത്ത സാഹചര്യം കൂടി ഇവിടെ മൂർത്തമായി നിൽക്കുകയാണ്. ഇപ്പോൾ തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, ഇന്ന് യോഗം ചേരുന്നു. എന്താണെന്ന് കൗൺസിലിൽ നടന്നത്? എന്താണ് അതിനുശേഷം ഉണ്ടായ പ്രതിഷേധം? മാത്രമല്ല, പ്രതിഷേധിച്ചവർക്ക് നേരെ കയ്യാങ്കളി BJP കൗൺസിലർമാർ നടത്തിയത് അതടക്കം സമഗ്രതയിലേക്ക് പോയാൽ. അജിംഷാദ്, തീർച്ചയായും വലിയ സംഘർഷത്തിലേക്കാണ് ഇന്നത്തെ തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം പോയത് എന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. വലിയ നിലയിൽ ഈ കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധവുമായി LDF രംഗത്തെത്തി. ഈ സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് ഈ കാപ്പ കേസിൽ നിരവധി 19ഓളം ക്രിമിനൽ കേസുകളിലും 3 കാപ്പ കേസുകളിലും പെട്ട് നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് BJPയുടെ കൗൺസിലർ R സുഗതൻ. ആ സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്നതാണ് വളരെ നാളുകളായി LDF ഉന്നയിക്കുന്ന ആവശ്യം. ആ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക്, പ്ലക്കാർഡുകൾ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് LDF മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും അതിനെ തുടർന്ന് തന്നെ UDFും സമാനമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയോടുകൂടി ഈ കൗൺസിൽ യോഗത്തിന്റെ ഈ ഹാൾ വലിയ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഈ അജണ്ടകളെല്ലാം പെട്ടെന്ന് പാസാക്കി ഈ കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് മേയർ VV രാജേഷ് നടത്തിയത്. ഏതാണ്ട് ഒരു 10 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് കൗൺസിൽ യോഗം ചേർന്നിട്ടുള്ളത്. അതിനുള്ളിൽ തന്നെ ഈ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മേയർ ഇവിടെ നിന്നും ഈ സീറ്റ് വിട്ട് പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്നാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പ്രതിഷേധമായി LDFന്റെ കൗൺസിലർമാർ മേയറുടെ ചേംബറിന് മുന്നിൽ പോയി പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം തന്നെ UDFന്റെ കൗൺസിലർമാർ നിലവിൽ ഇവിടെയും പ്രതിഷേധം, ഈ സഭാ ഹാളിനകത്തും പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ ഹാജർ ബുക്ക്, അതായത് മനഃപൂർവ്വം ഈ ഹാജർ ബുക്കിൽ ആളുകളെ ഒപ്പിടാൻ, അതായത് UDFന്റെയും LDFന്റെയും കൗൺസിലർമാരെ ഒപ്പിടാൻ അനുവദിക്കാതിരിക്കുകയും ഈ കോറം തികയാത്തത് കൊണ്ട് തന്നെ ഈ കൗൺസിൽ യോഗം അസാധുവാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ചെമ്പഴന്തി ഉദയൻ, അതായത് BJPയുടെ കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ ഈ ഹാജർ ബുക്ക് വലിച്ചു കീറുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. അതിനെ തടയാൻ UDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ KS ശബരിനാഥൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ശബരിനാഥനെ മർദ്ദിക്കുന്ന ഒരു നില കൂടി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ചിലപ്പോൾ തത്സമയം പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ നിലയിൽ ഒരു മർദ്ദനത്തിലേക്ക്, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതിനുശേഷം വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിലിപ്പോൾ പ്രതിഷേധം അല്പം കെട്ടടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. LDFന്റെ പ്രതിഷേധം, നേരത്തെ തന്നെ അവർ ആരംഭിച്ചിട്ടുള്ള റിലേ സത്യാഗ്രഹ സമരം നഗരസഭയ്ക്ക് പുറത്ത് അരങ്ങേറുന്നുണ്ട്. അത് തുടരുകയാണ്. നിലവിൽ UDFന്റെ കൗൺസിലർമാർ അകത്ത് യോഗം ചേരുന്നുണ്ട്. എന്താണ് തുടർ നടപടികൾ എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാവണം അവരുടെ യോഗം നടക്കുന്നത്. ആ യോഗത്തിന് ശേഷം UDFന്റെ നേതാക്കൾ അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നിലവിലിപ്പോൾ സഭയിൽ ഈ കൗൺസിൽ ഹാളിൽ വലിയ പ്രതിഷേധങ്ങളൊന്നും തന്നെയില്ല. ഈ പ്രതിഷേധങ്ങളെല്ലാം ഏതാണ്ട് ശമിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും BJP വളരെ കൃത്യമായി പറയുന്നത് അവർ R സുഗതനെ സംരക്ഷിക്കുമെന്ന നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സമാനമായ നിലയിൽ 2 കൗൺസിൽ യോഗങ്ങളിൽ നിലവിലിപ്പോൾ സുഗതൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമതൊരു കൗൺസിൽ യോഗത്തിൽ കൂടി സുഗതൻ പങ്കെടുത്തില്ല എങ്കിൽ സ്വാഭാവികമായും സുഗതന്റെ അംഗത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കൗൺസിലിലെ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനാണ് ഇന്നത്തെ കൗൺസിൽ യോഗം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഒരു സംഘർഷ സാധ്യത ഇവിടെ ഉണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഏതായാലും സമാനമായ നിലയിൽ ഒരു വലിയ പ്രതിഷേധം, അതായത് കമലേഷ് തെക്കേക്കാട്, ഇന്നിപ്പോ പേരിന് വേണ്ടി മാത്രം ഒരു യോഗം ചേർന്ന് പിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഈ ക്രിമിനൽ കൗൺസിലറായ സുഗതനെ സംരക്ഷിക്കുന്നതിനാണ്. കാരണം സുഗതൻ ജയിലിലാണ്. 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയും മൂന്നാമതൊന്നിൽ ആവർത്തിച്ച് തുടർന്ന് പങ്കെടുക്കാത്തൊരു സാഹചര്യത്തിൽ അയാളുടെ അംഗത്വം തന്നെ റദ്ദാകുന്ന സാഹചര്യങ്ങളുണ്ട് ചട്ടപ്രകാരം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം കള്ളക്കളി കളിക്കുകയാണ് മേയറും BJPയും ചേർന്ന് നേരത്തെ തന്നെ ആരോപിച്ചു. മാത്രമല്ല, ഈ ഹാജർ പട്ടികയിൽ പോലും കൃത്രിമം കാട്ടി. ഇത് നേരത്തെ
LDF ഉന്നയിച്ചാണ് LDF പാർലമെൻ്ററി പാർട്ടി നേതാവ് SP ദീപക് അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി നീങ്ങിയതാണ്. ഇങ്ങനെ ഒക്കെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇന്നും അത് വിഷയമായി എത്തിയത്. അപ്പോൾ ഒന്ന്, സുഗതനെ സംരക്ഷിക്കുന്ന നിലപാട്; രണ്ട്, ഇത്തരം കുൽസിത നീക്കങ്ങൾ, അതായത് ഈ ഭരണപക്ഷത്തിൻ്റെ മേയറുടെ ഭാഗത്തു നിന്നുള്ള ചട്ടവിരുദ്ധമായ നീക്കങ്ങൾ, അത് ചോദ്യം ചെയ്തു. പ്രധാനമായുള്ളത് ഹാജർ പട്ടിക, അതിൽ തിരുത്ത് നടത്തി എന്നൊരാക്ഷേപം, എന്നൊരാരോപണം. തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. നേരത്തെ LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ SP ദീപക് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് 2 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി ഈ സുഗതൻ പങ്കെടുത്തിട്ടില്ല. അതായത് ഈ കാപ്പ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ആ ഘട്ടത്തിൽ സുഗതൻ. അപ്പോൾ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ആദ്യത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ BJP നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ മേയർ നടത്തുന്നുണ്ട്. കൃത്രിമമായി അതിൽ ഒപ്പുവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന ആക്ഷേപം, ഒരു വിമർശനം നേരത്തെ തന്നെ LDF മുന്നോട്ട് വെക്കുന്നുണ്ട്. സമാനമായ നിലയിൽ ഇന്നത്തെ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ സ്വാഭാവികമായും അംഗത്വം റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ചട്ടപ്രകാരം ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് നിലവിൽ ഇന്ന് BJPയും മേയറും എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് എന്ന വിമർശനമാണ് LDF മുന്നോട്ട് വെക്കുന്നത്. സമാനമായ നിലയിൽ UDFിൻ്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം, LDFും UDFും ഈ കൗൺസിൽ ഹാളിനകത്ത് വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ആ പ്രതിഷേധമാണ് പിന്നീട് കയ്യാങ്കളിയിലേക്ക് പോയിട്ടുള്ളത്. സ്വാഭാവികമായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹാജർ ബുക്കിൽ ഉൾപ്പെടെ ഒപ്പുവെക്കാൻ LDFിൻ്റെയും UDFിൻ്റെയും അംഗങ്ങളെ അനുവദിക്കാത്ത നിലയിലേക്ക്, അതായത് ക്വാറം തികയാത്തതിനാൽ ഈ യോഗം നടന്നിട്ടില്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണോ അത് എന്ന് ന്യായമായും LDFിൻ്റെയും UDFിൻ്റെയും അംഗങ്ങൾ സംശയിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിൽ ഒപ്പുവെക്കാനായി ശ്രമിക്കുന്നതിനിടെയാണ് BJPയുടെ കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ ഈ ഹാജർ ബുക്ക് വലിച്ചു കീറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ KS ശബരിനാഥന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് വലിയ പ്രതിഷേധത്തിലേക്കും സംഘർഷത്തിലേക്കും പിന്നീട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഏതായാലും നിലവിലിപ്പോൾ ആ സംഘർഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട്. UDFിൻ്റെ യോഗം പുരോഗമിക്കുകയാണ്. LDFും സമാനമായ നിലയിൽ പുറത്ത്, അതായത് നഗരസഭയ്ക്ക് പുറത്ത് ഒരു റിലേ സത്യാഗ്രഹ സമരം നടത്തുന്നുണ്ട്. ആ സമരവും അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകും. മാത്രമല്ല, ഈ ക്രിമിനൽ കൗൺസിലറിനെതിരെ വളരെ ആസൂത്രിതമായി ഇത്തരത്തിൽ BJP സംരക്ഷിക്കുന്നു, VV രാജേഷ് സംരക്ഷണം ഒരുക്കുന്നു, ചട്ടവിരുദ്ധമായ നീക്കം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ രാഷ്ട്രീയ പ്രതിഷേധമായി റിലേ സത്യാഗ്രഹം തുടങ്ങി LDF. അന്നൊന്നും ആ അർത്ഥത്തിലൊരു സഹകരണം BJPക്കെതിരെ UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, മന്ത്രി K മുരളീധരൻ പോലും പരസ്യമായി ഈ BJP കൗൺസിലറെ ന്യായീകരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതിൻ്റെയൊക്കെ പ്രതിഫലനം, പേരിന് വേണ്ടിയുള്ള പ്രതിഷേധവും ഇന്ന് കയ്യാങ്കളിയൊക്കെ ഉണ്ടായെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം UDF കൗൺസിലർമാരിൽ മുഴുവൻ നെല്ലിക്കുന്നുണ്ടായിരുന്നു. ഇന്നും അതുണ്ട്. പക്ഷേ LDF അങ്ങനെയല്ല. വളരെ കൺസിസ്റ്റൻസിയോടുകൂടി, വളരെ സ്ഥിരതയോടുകൂടി BJPക്കെതിരെ, പ്രത്യേകിച്ച് ഈ സുഗതനെതിരെ സമരം ചെയ്തു വരികയാണ്. അതാണിന്ന് കൗൺസിലിൽ പ്രതിഫലിച്ചത്. അങ്ങനെ കൂടിയുണ്ട്. ആ രാഷ്ട്രീയ സിനാരിയോ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ആഴത്തിൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, അല്ലേ കമലേഷ് തെക്കേക്കാട്? തീർച്ചയായും അജിംഷാദ്, ഈ തിരുവനന്തപുരം നഗരസഭയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തുന്നതിൽ അത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നിലയിലേക്ക്, അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭകളിൽ ഒന്നായി അതിനെ വളർത്തിയെടുക്കുന്നതിൽ LDF വഹിച്ച പങ്ക് എന്ന് പറയുന്നത് നിസ്തൂലമായ പങ്കാണ്. സ്വാഭാവികമായും അത് ഇങ്ങനെ തകർന്നു പോകുന്നതിൽ LDFിനാണ് കൂടുതൽ ഒരു പ്രയാസമുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് നേരെ പോകണം എന്ന ഉദ്ദേശത്തോടു കൂടി വളരെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി LDF നടത്തി വരുന്നത്. അതിനപ്പുറത്തേക്ക് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടേ ഇല്ല. എന്നാൽ ഇന്ന് സാഹചര്യം മറ്റൊന്നായിരുന്നു. മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കണം എന്ന നിലയിലേക്കുള്ളൊരു തീരുമാനം BJP കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നിരിക്കണം എന്നതാണ് ന്യായമായും സംശയിക്കുന്നത്. അതിൻ്റെ ഭാഗമായി UDFിൻ്റെ അംഗങ്ങളെ മർദ്ദിക്കുന്ന സാഹചര്യം, ഹാജർ ബുക്ക് വലിച്ചു കയറുന്ന സാഹചര്യം, ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് ഇത് വലിയ സംഘർഷത്തിലേക്ക് ഇന്നത്തെ യോഗം മാറിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ചെറിയ പ്രതിഷേധം ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഈ യോഗം അവസാനിപ്പിച്ചുകൊണ്ട് മേയർ പോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ BJPയുടെ അംഗങ്ങളെല്ലാം തന്നെ കായികമായി മറ്റ് അംഗങ്ങളെ ആക്രമിക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. അജിംഷാദ്, ശരി. കമലേഷ് തെക്കേക്കാടാണ് ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങൾ സമഗ്രമായി നൽകിയത്.